मिलितं येन तस्मै श्रीगुरवे नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरू दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഇന്നലെ നമ്മൾ ശ്ലോകം 30 വരെ അല്ലെ, ശ്ലോകം 30 വരെയാണ് നമ്മൾ പഠിച്ചത്. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഗുണങ്ങൾ ബ്രാഹ്മണര് പറയുന്ന, ബ്രാഹ്മണരെല്ലാവരും പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഗുണങ്ങളെ പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചനം നമ്മൾ കാണുന്നു 19ാമത്തെ ശ്ലോകം മുതൽ. അദ്ദേഹം ഇക്ഷ്വാകുവിനെ പോലെ എല്ലാവരെയും പരിപാലിക്കുന്നു, ശ്രീരാമചന്ദ്രനെ പോലെ എല്ലാവിധ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ വാക്കുകളിൽ അല്ലെങ്കിൽ എടുക്കുന്ന ശബ്ദങ്ങളിൽ പൂർണ്ണമായിട്ടും ഉറച്ചു നിൽക്കുന്നു. അതേപോലെ ശിവി മഹാരാജാവിനെ പോലെ ഒരു ഉദാര മനസ്കനായിരിക്കും പരീക്ഷിത്ത് മഹാരാജാവ്. ഭരത മഹാരാജാവിന്റെ ഗുണങ്ങളും ഉണ്ടാവുന്നു. അർജുനനെ പോലെ ശസ്ത്ര വിദ്യകളിൽ നിപുണനായിരിക്കും. അതേപോലെ തന്നെ അഗ്നിയായും സമുദ്രമായിട്ടും ഒക്കെ ഉപമ വരുന്നുണ്ട്. അതേപോലെ സിംഹത്തെ പോലെ ശക്തി ഉണ്ടാവും. സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മൃഗമാണ് സിംഹം. അതേപോലെ ഒരുപാട് ശക്തി ഉണ്ടാവും പരീക്ഷിത്ത് മഹാരാജാവിന്. അതേപോലെ ഹിമാലയ പർവ്വതമായിട്ട് ഉപമ വരുന്നുണ്ട്, എല്ലാവരുടെയും ആശ്രയം എന്നുള്ള ഒരു പോയിന്റ് ആണ് അവിടെ വരുന്നത്. അതേപോലെ ഭൂമി ദേവിയെ പോലെ സഹനശക്തി ഉണ്ടാവും എന്നുള്ളതും ഒക്കെ നമ്മൾ കണ്ടു. യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ പോലെ ആ ഒരു സമചിത്ത അവബോധം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഭക്തനാണ്, ഒരു വ്യക്തിയാണ് ആയിരിക്കും പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പറയുന്നു. മഹാദേവനെ പോലെ, ഭഗവാൻ ശിവനെ പോലെ ഉദാര മനസ്കനായിരിക്കും, എല്ലാവരുടെയും ക്ഷേമം മാത്രം ആഗ്രഹിക്കുന്നു. ശ്രീമൻ നാരായണനെ പോലെ എല്ലാവരുടെയും ആശ്രയമായിരിക്കും എന്നുള്ളതും നമ്മൾ കാണുന്നു. രന്തിദേവനെ പോലെ, യയാതി മഹാരാജാവിനെ പോലെ എന്നുള്ളതും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. ബലി മഹാരാജാവിന്റെ ക്ഷമയും പ്രഹ്ലാദ മഹാരാജാവിന്റെ ആ ഒരു ഭക്തിയും എല്ലാം പരീക്ഷിത്ത് മഹാരാജാവിന് ഉണ്ടാവും എന്നുള്ളത് ബ്രാഹ്മണര് പ്രവചിക്കുന്നു. അതാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഒരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞു. ഈ പ്രവചനത്തിന്റെ കൂട്ടത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിന്റെ മരണത്തെക്കുറിച്ചും അവര് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവ് അത് കേട്ടുകൊണ്ട് അദ്ദേഹം വിഷമം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു ദുഃഖം അവിടെ കാണിക്കുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കേട്ടിട്ടുള്ള കാര്യം അദ്ദേഹം വളരെ മെച്യൂരിറ്റിയോടുകൂടി, പക്വതയോടുകൂടി അതിനെ സ്വീകരിക്കുന്നു. മാത്രമല്ല ഇതെല്ലാം ഭഗവത് നിശ്ചയമാണ് എന്നുള്ളത്, നടക്കുന്നതെല്ലാം ഭഗവാന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാം. ഇനി 30ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നോക്കാം. സ ഏഷ ലോകേ വിഖ്യാത പരീക്ഷിത് ഇതി യത് പ്രഭു പൂർവം ദൃഷ്ടം അനുധ്യായൻ പരീക്ഷേതാ നരേഷ്വിഹ. വായിക്കട്ടെ പ്രഭു. യെസ്. ഓം നമോ ഭഗവതേ വാസുദേവായ. സ ഏഷ ലോകേ വിഖ്യത പരീക്ഷിത് ഇതി യത് പ്രഭുഃ പൂർവം ദ്രഷ്ടും അനുധ്യയാൻ പരീക്ഷതേ നരേക്ഷുഃ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്.
ജനനത്തിനു മുൻപ് താൻ നിർദ്ദേശിച്ച ആ വ്യക്തിത്വത്തെ അന്വേഷിച്ച് എല്ലാ മനുഷ്യരെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിൽ വ്യാപൃതനായിത്തീരും എന്നതിനാൽ ഈ ശിശു പരീക്ഷിത് അഥവാ പരിശോധകൻ എന്ന നാമധേയത്താൽ ലോകത്തിൽ വിഖ്യാതനായിത്തീരും. ഇപ്രകാരം ഇവൻ സദാ അദ്ദേഹത്തെ പരിചിന്തിക്കുന്നവനായിത്തീരും. ഹരേ കൃഷ്ണ പ്രഭുജി. പരീക്ഷിത്ത് മഹാരാജാവ് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ കാണുന്നുണ്ട്. ഭഗവാന്റെ ദർശനം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം അന്വേഷിക്കുകയാണ്. പരീക്ഷേത്ത നരേഷുഹ, പരീക്ഷത്ത് എന്നുള്ള പേരിൽ എല്ലാവരും അറിയപ്പെടുന്നു. കാര്യം അദ്ദേഹം പരീക്ഷത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്, അതായത് വീക്ഷിക്കുന്ന വ്യക്തി, അന്വേഷിക്കുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം ഗർഭപാത്രത്തിൽ കണ്ട അതേ ഭഗവാനെ അന്വേഷിക്കുകയാണ് പുറത്തും. ഇദ്ദേഹത്തെയാണോ ഞാൻ കണ്ടത്, ഇദ്ദേഹത്തെയാണോ കണ്ടത് എന്നുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അദ്ദേഹം, ഇവിടെ ശ്ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അന്വേഷിക്കുമ്പോൾ ഓരോ നിമിഷവും ഭഗവാനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് അനുധ്യായൻ. അനുധ്യായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം എല്ലായ്പ്പോഴും ഭഗവാനെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണോ ആ വ്യക്തി? കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു ചിത്രമാണ് തെളിഞ്ഞു വരുന്നത് എപ്പോഴും. ഭഗവാന്റെ ആ ദർശനം കിട്ടിയ സമയത്ത് ഭഗവാന്റെ ആ ഒരു രൂപം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രൂപത്തെ അദ്ദേഹം ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അനുധ്യായൻ. പരീക്ഷിത് മഹാരാജാവ് സദാസമയം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം ഒരുപാട് ഭാഗ്യശാലിയാണ്, ഭാഗ്യം ചെയ്തിട്ടുള്ളൊരു ഭക്തനാണ്. കാര്യം ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ ദർശനം കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ആ ഒരു രൂപം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. പിന്നെ സദാസമയം ആ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അനുധ്യായൻ. അങ്ങനെയുള്ള ഒരു മഹാസൗഭാഗ്യമാണ് പരീക്ഷിത് മഹാരാജാവിന് കിട്ടിയത് എന്നുള്ളത് ഇവിടെ ശ്രീല പ്രഭുപാദ് എടുത്തു പറയുന്നു. മാത്രമല്ല പ്രഭുപാദ് ഒരു കാര്യം കൂടെ പറയുന്നു. പരീക്ഷിത് മഹാരാജാവ് പുറത്തു വന്നപ്പോൾ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ സ്വഭാവം, അതായത് ഭഗവാനെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവം അതേപോലെ തന്നെയാണ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പുറത്തു വന്ന് സാധാരണ നമ്മളെ പോലുള്ളവര് കേട്ടിട്ടുണ്ട്, ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട് 3-ാമത്തെ സ്കന്ധത്തിൽ, അതായത് ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും ജന്മ മൃത്യു ജരാവ്യാധി ഈ 4 കാര്യങ്ങളും ദുഃഖമാണ് എന്നുള്ളത്. അപ്പോൾ ഗർഭപാത്രത്തിൽ 9 മാസം ഇരിക്കുക എന്ന് പറയുന്നത് ഇത്ര സുഖമുള്ള സ്ഥലമല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു അവിടെ. അപ്പോൾ ഭാഗവതം 3-ാമത്തെ സ്കന്ധം പറയുന്നത് അവിടെ ഇരിക്കുന്ന കുട്ടികൾ എല്ലാവരും കരയുന്നു, പ്രാർത്ഥിക്കുന്നു ഭഗവാനോട്, ഓ ഭഗവാനെ, ഇങ്ങനെയുള്ള ഇനിയൊരു വേറൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എനിക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങേ സദാസമയം ഓർത്തുകൊണ്ട് ഇരിക്കുവാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് കുട്ടി അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ആ കുട്ടി പുറത്തു വരുമ്പോൾ ത്രിഗുണങ്ങളുടെ പിടിയിൽപ്പെട്ട് പിന്നെല്ലാം മറക്കുന്നു, അല്ലെ? പിന്നീട് ആ കുട്ടി ഈ ലോകത്തിന്റെ ഭാഗമായി മാറുന്നു, അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം മറക്കുന്നു. എന്നാൽ പരീക്ഷിത് മഹാരാജാവിന്റെ അവസ്ഥ അങ്ങനെയല്ല. അദ്ദേഹം ഗർഭപാത്രത്തിൽ ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ ആ ഒരു രൂപം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിയുന്നു. പിന്നീട് പുറത്തു വന്നപ്പോഴും അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ അദ്ദേഹത്തിന്റെ ഓർക്കുന്നു. അദ്ദേഹം ഭഗവാന്റെ ദർശനത്തിനായി ഒരുപാട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് കാണുവാൻ വേണ്ടി, ഹൃദയത്തിലുണ്ട്, എന്നാൽ നേരിട്ട് കാണുവാൻ വേണ്ടിയും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നത് പരീക്ഷിത് മഹാരാജാവിന്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്, സാധാരണ കുട്ടികളെ പോലെയല്ല എന്നുള്ളത്. ഈ ഒരു അവസരത്തിൽ ശ്രീല ജീവഗോസ്വാമി അദ്ദേഹം പറയുന്നു, അതായത് ഒരു കുട്ടിക്ക് കുട്ടിക്കാലം മുതലേ ഭക്തിയുത സേവനങ്ങൾ ഭഗവാനുമായിട്ട് ഭക്തിയുത സേവനങ്ങൾ പരിശീലിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അച്ഛനമ്മയുടെയും ഉത്തരവാദിത്വമാണ്. ആ ഒരു കാര്യം, ഭക്തിയുത സേവനങ്ങളുടെ പ്രാധാന്യവും എല്ലാം, പിന്നെ അതിനുള്ള ഒരു അവസരവും കുട്ടിക്കാലം മുതൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
വളർന്നു വരുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തനായി മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഇംപ്രഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഗർഭധാന സംസ്കാരം മുതൽ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആവാൻ ആഗ്രഹിക്കുന്നവര് ഗർഭധാന സംസ്കാരം മുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം. ഒരു നല്ലൊരു ആത്മാവിനെ കുഞ്ഞായി കുട്ടി അല്ലെങ്കിൽ നമ്മുടെ മകനായിട്ടോ മകളായിട്ടോ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ മുതൽ തുടങ്ങുന്നു. ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ അമ്മ അച്ഛൻ രണ്ടുപേരും പ്രാർത്ഥനയോടുകൂടി ആ ഒരു കാര്യം ഇത് ഭഗവത് സേവനമായി കണ്ടുകൊണ്ട് അവർ ഒരുമിച്ച് വരുന്നു. പിന്നീട് കുട്ടി പുറത്തു വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിയെ കൺസീവ് ചെയ്യുന്ന സമയത്ത് അമ്മയും ഭഗവാന്റെ നാമം ചൊല്ലുന്നു, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക, ഇങ്ങനെയുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ഇംപ്രഷൻ എല്ലാം കുട്ടികൾക്കും വയറ്റിലുള്ള കുട്ടിക്കും കിട്ടുന്നു. പിന്നീട് പുറത്തു വരുമ്പോഴും ചെയ്യേണ്ടതുണ്ട് ഉത്തരവാദിത്വം. അവരെ അതിന് ഉതകുന്ന അല്ലെങ്കിൽ ഈ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുക്കുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓരോരുത്തരും. ശ്രീല ജീവഗോസ്വാമി കൃഷ്ണ സന്ദർഭത്തിൽ പറയുന്നതാണ് ഇത്. കുട്ടിക്കാലം മുതലേ നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളോ അതിനുള്ള ഒരു അവസരമോ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പരീക്ഷിത്തിനെ പോലെ നല്ല ഭക്തരായി മാറുമെന്നുള്ളത്. അത് മാത്രമല്ല, പരീക്ഷിത്ത് മഹാരാജാവിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചും ശ്രീല ജീവഗോസ്വാമി അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പരീക്ഷിത്ത് മഹാരാജാവ് എപ്പോഴും കുട്ടിയായി, അതായത് കളിച്ചു തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കളികളെല്ലാം എങ്ങനെയാണോ ഉദ്ധവർ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണന്റെ മൂർത്തിയെല്ലാം അതായത് അദ്ദേഹത്തിനുള്ള ഡോളുകളും പാവകളും ഒക്കെ എല്ലാം കൃഷ്ണന്റെ രൂപമാണ്. പരീക്ഷിത്ത് മഹാരാജാവും അതേപോലെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് കുട്ടിക്കാലത്തുള്ള കളികളെല്ലാം തന്നെ ഭഗവാനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഭഗവാനെ ഓർത്തുകൊണ്ട് ഭഗവാനുണ്ട് അദ്ദേഹത്തിന്റെ കളികളിലും. അങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവും വളർന്നു വരുന്നത്. ആ ഒരു കാര്യവും ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാണ്. പിന്നീട് പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കാര്യം പറയുന്നു, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലെ കാര്യം പറയുന്നു. ശീല പ്രഭുപാദ് പറയുന്നു, എന്റെ അച്ഛൻ ഒരു പരിശുദ്ധ ഭക്തനായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുട്ടിക്കാലം മുതലേ ഭക്തിയുത സേവനങ്ങൾ അല്ലെങ്കിൽ ഭഗവത് സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അച്ഛൻ എനിക്ക് രാധാകൃഷ്ണന്റെ ഒരു വിഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ, 4 വയസ്സുള്ള സമയത്ത് തന്നെ എനിക്ക് ആ രാധാകൃഷ്ണ മൂർത്തി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുട്ടിക്കാലം മുതലേ ആരാധന ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് രാധാഗോവിന്ദ അമ്പലം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു, അവിടെ പോകുന്ന കാര്യവും പിന്നീട് കുട്ടിക്കാലത്ത് രഥയാത്ര നടത്തുന്നതും ഒക്കെ നമ്മൾ ശ്രീല പ്രഭുപാദ് ലീലാമൃത് വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ശ്രീല പ്രഭുപാദിന് കുട്ടിക്കാലം മുതലേ ഇതിനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പ്രഭുപാദ് അദ്ദേഹത്തിന്റെ പേരൻസ്, മാതാപിതാക്കൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് ഇവിടെ നമ്മളെ കാണിച്ചു തരുവാണ്, ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ കാര്യവും അതേപോലെ തന്നെയാണ്. ശീല ഭക്തി വിനോദ് ഠാക്കൂറിന്റെ മകനാണ് അദ്ദേഹം. ശീല ഭക്തി വിനോദ് ഠാക്കൂറിനെ പോലെ അദ്ദേഹം വരിഷ്ഠനായിട്ടുള്ള പരിശുദ്ധ ഭക്തനാണ്, നമ്മുടെ ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്. അദ്ദേഹവും ഇതേപോലെ തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതലേ പറയേണ്ട ആവശ്യമില്ല. ശീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദിന്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാം എല്ലാവർക്കും. അദ്ദേഹം വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണ്, സംസ്കൃത പണ്ഡിതനാണ്, എല്ലാം കൊണ്ടും അദ്ദേഹം എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഭക്തി വിനോദ് ഠാക്കൂറിനെ പോലെ തന്നെയായിരുന്നു ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ആ ഒരു കുട്ടിക്കാലം മുതലേ അവരുടെ പരിശീലനങ്ങളും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവസാനം വരെ അങ്ങനെ തന്നെ അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാനും, പിന്നെ അവസാനം വരെ നിലനിർത്തി കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട്? എന്താണ്? ഭഗവത് പ്രാപ്തിയാണ്. ശ്രീല സരസ്വതി ഠാക്കൂറും ശ്രീല പ്രഭുപാദും ഒക്കെ അവര് പിന്നെ സാധാരണ മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അവർ ഭഗവാൻ പറഞ്ഞയച്ചിട്ടുള്ള പ്രതിനിധികളാണ് അവരെല്ലാവരും. എന്നാൽ പ്രഭുപാദ് ഈ എക്സാമ്പിൾസ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക്
നമ്മൾ ഓരോരുത്തരും ഈ ഒരു പാത പിന്തുടരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നീട് പ്രഹ്ലാദ് മഹാരാജാവിന്റെ ഉദാഹരണവും ഇവിടെ പറയുന്നു. പ്രഹ്ലാദ് മഹാരാജാവിനും അദ്ദേഹത്തിന് അവസരം കിട്ടുന്നു. ഹിരണ്യകശിപുവിൽ നിന്ന് അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ നാരദമുനിയുടെ കൃപ കൊണ്ട് പ്രഹ്ലാദ് മഹാരാജാവിനും ഭഗവാനെ കുറിച്ച് കേൾക്കുവാനുള്ള അവസരം കിട്ടുകയാണ് ചെയ്യുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത്. ആ ഒരു ഇംപ്രഷൻ പിന്നീട് പ്രഹ്ലാദിന്റെ കൂടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം അതുകൊണ്ട് പ്രഭുപാദ് ഈ ഒരു സംസ്കാരം നമ്മൾ കുട്ടിയാവുന്നേക്കാൾ മുമ്പ് തന്നെ അച്ഛനും അമ്മയും തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പിന്നീട് കുട്ടി ആയതിനു ശേഷവും ആവുന്നതിന് മുമ്പും ഒക്കെ ഇതെല്ലാം പരിശീലിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പ്രഭുപാദ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 31-ാമത്തെ ശ്ലോകം. സരാജപുത്രോ വവൃദ്ധേ ആശു ശുക്ല ഇവോഡുപ ആപൂര്യമാണാ പിതൃഭിഃ കാഷ്ഠാഭിർ ഇവ സോന്വഹം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സരാജപുത്രോ വവൃതേ ആശു ശുക്ല ഇവാടുപ ആപൂര്യമാണ പിതൃഭി കാഷ്ഠാഭിരിവസോന്നഹം. വിവർത്തനം ശ്രീല പ്രഭാതർ കി ജയ്. ശുക്ലപക്ഷത്തിൽ എപ്രകാരമാണോ ചന്ദ്രൻ ദിനംതോറും പുഷ്ടി പ്രാപിച്ചു വരുന്നത്, അതേപോലെ രാജകുമാരൻ പരീക്ഷിത്ത് അതിശീഘ്രം പിതാമഹന്മാരുടെ സംരക്ഷണത്തിൻ കീഴിൽ സകല സുഖ സൗകര്യങ്ങളോടുകൂടി സമൃദ്ധമായി വളർന്നു വന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീ പരീക്ഷിത്ത് മഹാരാജാവിന്റെ അദ്ദേഹം വളർന്നു വരുന്ന കാര്യമാണ് പറയുന്നത്. അതായത് എങ്ങനെയാണോ ചന്ദ്രന്റെ വലിപ്പം കൂടി വരുന്നത്, അല്ലെ, ശുക്ലപക്ഷത്തിൽ, അതേപോലെ പരീക്ഷിത്ത് മഹാരാജാവ് വളർന്നു വരുന്നു. അദ്ദേഹം ഒരു രാജകുമാരനായി മാറുന്നു. പിന്നീട് പറയുന്നു എല്ലാ ഫെസിലിറ്റീസും, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എല്ലാം സുലഭമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ അച്ഛനില്ല, എന്നാൽ മുത്തശ്ശനും ബാക്കിയുള്ള എല്ലാവരുടെയും ഒരു സംരക്ഷണത്തിലും തന്നെയായിരുന്നു. അർജുനനുണ്ട്, യുധിഷ്ഠ മഹാരാജാവുണ്ട്, അവരെല്ലാവരുടെയും ഒരു സംരക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നു വരുന്നത്. ഒന്ന് ഓർക്കണം, വേറൊരു ലെസണും കൂടെ ഉണ്ട് നമുക്കിവിടെ. പരീക്ഷിത്ത് മഹാരാജാവ്, അദ്ദേഹം യുധിഷ്ഠ മഹാരാജാവ് ലോകം മുഴുവനും ഭരിക്കുന്ന ആ രാജ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, സുഖ സൗകര്യങ്ങളും ഉണ്ട്, ഒന്നിനും ഒരു കുറവില്ല. നമ്മൾ പറയുന്ന പോലെ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിക്കുന്നു എന്ന് പറയുന്ന പോലെ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്ന ക്വാളിറ്റിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല. സുഖ സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒന്നും ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മെച്യൂർ ആയിട്ടുള്ള പരിശുദ്ധ ഭക്തരെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അംബരീഷ് മഹാരാജാവിനെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം രാജാവായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവും യുധിഷ്ഠ മഹാരാജാവും എല്ലാവരും എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ സാധാരണ നമ്മളെ പോലുള്ള ആളുകൾക്ക്, മെച്യൂരിറ്റി ഇല്ലാത്ത, പക്വതയില്ലാത്ത ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ പൈസയും കൂടുതൽ കീർത്തിയും പ്രശസ്തിയും ഒക്കെ, പേരും പ്രശസ്തിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അഹംഭാവം കടന്നുകൂടുന്നു, അല്ലെ? അതോടുകൂടി തകർച്ചയാണ് പിന്നീട് മുന്നോട്ട് തകർന്നു പോകുന്നു. എന്നാൽ ഇത്രയും മെച്യൂർ ആയിട്ടുള്ള ഭക്തര്, അവരുടെ അവസ്ഥ നോക്കൂ. എത്ര വലിയ സ്ഥാനം ഉണ്ടെങ്കിലും അതെല്ലാം, സ്ഥാനവും മാനവും എല്ലാം തന്നെ ഭഗവത് സേവനങ്ങളിലേക്ക് മാത്രം ഉപയോഗിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരെപ്പോഴും അത് മാത്രമാണ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഫെസിലിറ്റീസും സുഖവും സൗകര്യമൊന്നും അവർക്ക് ഒരു ജന്മ ഐശ്വര്യ ശ്രുതശ്രീയൊന്നും അവർക്കൊരു ബാധയല്ല. കുന്തി മഹാറാണി പറയുന്നുണ്ട് ജന്മ ഐശ്വര്യ ശ്രുതശ്രീ ഒരു ബാധയായി മാറും സാധാരണ ആളുകൾക്ക് എന്നുള്ളത്. എന്നാൽ പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ, അല്ലെങ്കിൽ യുധിഷ്ഠ മഹാരാജാവിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് തുടക്കത്തിൽ. പരീക്ഷിത്ത് മഹാരാജാവിന് എന്തെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. പരീക്ഷിത്ത് മഹാരാജാവ് വരുമ്പോൾ പിന്നെ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ. പാണ്ഡവര് അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പരീക്ഷിത്ത് മഹാരാജാവിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ശരിക്കും ഒരു സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ചുകൊണ്ട് വന്നിട്ടുള്ളൊരു കുട്ടി തന്നെയാണ്, സംശയമില്ല. ബുദ്ധിമുട്ടുകളൊന്നും അറിയേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. എന്നാൽ പാണ്ഡവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ്, രാജ്യം കിട്ടുന്നേക്കാൾ മുമ്പ്. പക്ഷെ പരീക്ഷിത്ത് മഹാരാജാവ് പക്ഷെ അങ്ങനെയല്ല. പക്ഷെ എന്നാലും നോക്കൂ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്.
അദ്ദേഹം അതുകൊണ്ട് ആ ഒരു സൗകര്യം ഉണ്ടായത് കൊണ്ട് അതിൽ അദ്ദേഹം അഹങ്കരിച്ചോ? ഇല്ല. മറിച്ച് നളകുബേരന്മാരുടെ ഉദാഹരണം എടുക്കുവാണെങ്കിൽ മണിഗ്രീവൻ, നളകുബേര, ഇവര് രണ്ടുപേരും കുബേരപുത്രന്മാരാണ്. അവരും ജനിക്കുന്നത്, അവരും സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ചുകൊണ്ടാണ് ജനിക്കുന്നത്. രണ്ടു കൂട്ടരും ജന്മ ഐശ്വര്യ ശ്രുതശ്രീ എല്ലാം ഉണ്ട് അവർക്കും. പക്ഷെ ഒരു കമ്പയർ നമ്മൾ രണ്ടും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് അഹംഭാവം വരുന്നു, അഹങ്കാരം വരുന്നു. അവർക്ക് കിട്ടിയിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ അവരതിനെ മിസ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ പരീക്ഷിത്ത മഹാരാജാവിനെ നോക്കൂ. അദ്ദേഹം വളരെ മെച്യൂരിറ്റിയോടുകൂടി ഇതിനെല്ലാം കാണുന്നു. പരീക്ഷിത്ത മഹാരാജാവ്, കാരണം രണ്ടു വ്യത്യാസമുണ്ട്. സൂപ്പർവിഷൻ ഇവിടെ ആരാണുള്ളത്? പിതൃഭി എന്ന് എടുത്തു പറയുന്നു ശ്ലോകത്തിൽ, അല്ലെ? അപൂര്യമാണ് പിതൃഭി. ആ പിതൃക്കളുടെ, യുധിഷ്ഠിര മഹാരാജാവിന്റെയും അർജുനന്റെയും ഒക്കെ ഒരു സൂപ്പർവിഷനിലാണ് പരീക്ഷിത്ത മഹാരാജാവ് വളർന്നു വരുന്നത്. അപ്പോൾ അവര് ഭംഗിയായിട്ട് പരീക്ഷത്തിനെ വളർത്തിക്കൊണ്ടുപോകുന്നു. അവരെല്ലാവരും പരിശുദ്ധ ഭക്തരുമാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് പരീക്ഷത്തിനും ഓട്ടോമാറ്റിക്കലി വരുന്നു. നളകുബേര മണിഗ്രീവന്റെ കാര്യത്തിൽ അവിടെ പൈസയുടെ അഹംഭാവം ഉള്ളത് കൊണ്ട് കുബേരൻ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവുമായിട്ടോ അർജുനുമായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭക്തനല്ല. അദ്ദേഹം ദേവത, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഭക്തനാണ്, വിഷ്ണു ഭക്തനാണ്, സംശയമൊന്നുമില്ല. എന്നാലും ഈ ഒരു കമ്പാരിസൺ നമുക്ക് ഇവിടെ നടത്താൻ സാധിക്കില്ല. കാര്യം അവിടെ അച്ഛന് ഒരു കറക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കുട്ടികൾ വഴി മാറി പോകുന്ന സമയത്ത്. അല്ലെങ്കിൽ വലിയൊരു അപരാധം അവർ ചെയ്യില്ലായിരുന്നു. നാരദമുനി വരുന്ന സമയത്ത് കൈലാസത്തിൽ അല്ലെ, നമുക്കറിയാം, മാനസികഗംഗയിൽ അവിടെ സ്ത്രീകളുമായിട്ട് ലഹരി ഉപയോഗിച്ച് അവര് വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത് നാരദമുനി വരുന്നു. നാരദമുനിയെയും അവര് വേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നില്ല. അവിടെ അവര് വഴിമാറിപ്പോയപ്പോൾ കുബേരൻ അവരെ ശകാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങോ അതൊന്നും സംഭവിച്ചിട്ടില്ല. ആ അഹംഭാവവും അഹങ്കാരവും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, പരീക്ഷിത്ത മഹാരാജാവിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളത്. ഇപ്പോൾ സിറ്റുവേഷൻ എങ്ങനെ വേണമെങ്കിലാവാം. നമ്മുടെ ലെസൺ എന്താണ്? സൗകര്യങ്ങൾ ഉണ്ടാവാം, എന്നാൽ അത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവിടെയുള്ള മുതിർന്നവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്നാമത് അവര് ഭക്തരായിരിക്കണം, ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് പൈസക്കാരെ കാണാം, ഒരുപാട് പൈസയുള്ള കുടുംബങ്ങൾ നമ്മൾക്കറിയാം. എല്ലാവരും കണക്കാണെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പൈസയുടെ പുറകിൽ ഓടുന്ന ഒരവസ്ഥയാണെങ്കിൽ മക്കളും ഇനി വരുന്ന തലമുറയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം റൂട്ട് നിന്ന് വേര് മുതൽ മാറേണ്ടതാണ്, സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇതെല്ലാം ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു, നമ്മൾ ഭൂമിക്ക് ഭാരമായി മാറുന്നു, അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഭൂമിക്ക് ഭാരമായി മാറുക എന്നല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ഭാഗവതം പഠിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോഴുള്ള അവസ്ഥയിൽ ഇത്രയുമായി നമ്മുടെ അവസ്ഥ, ഇനി വരുന്ന തലമുറയ്ക്ക് നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കാര്യം ചിലപ്പോൾ ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവില്ല, എന്നാൽ ഇനി വരുന്നവരെ സഹായിക്കാൻ ഉള്ള ഒരു പ്രയത്നം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. അതിന് ആദ്യം നമ്മൾ നല്ലൊരു ഉദാഹരണമായിരിക്കണം. കുട്ടികളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം. അച്ഛനും അമ്മയും പ്രാക്ടീസ് ചെയ്യുന്നത് കാണുമ്പോഴാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ചെയ്യുന്ന രീതികളാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങൾ പഠിക്കണം, ഭാഗവതത്തിലെ 18,000 ശ്ലോകങ്ങൾ കാണാതെ പഠിക്കണം എന്ന് അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നു. അച്ഛനും അമ്മയും സത്സംഗത്തിന് വരാൻ തയ്യാറല്ല, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ തയ്യാറല്ല, നാമം ജപിക്കുവാൻ തയ്യാറല്ല. മകനും മകളും വലിയ കേമന്മാരാവണം, ഭക്തിയിൽ മുന്നോട്ട് വരണം. ഭക്തിയിൽ നിന്നല്ല, അതായത് സ്പിരിച്വാലിറ്റി എന്താണെന്ന് പോലും ചിലപ്പോൾ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. കുറെ ശ്ലോകങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെയൊക്കെ പല ആളുകളും വരുന്നുണ്ട്. പക്ഷെ ഓർക്കുക, നമ്മൾ നന്നാവാതെ കുട്ടികളെ നന്നാക്കാൻ നമുക്ക് സാധിക്കില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുക്കണം.
അതിനുള്ള ഒരു അവസരം നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതാണ്. ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ലെസൺസ് ആണ്. ഒന്ന് നോക്കൂ, അതായത് നമ്മൾ വിചാരിക്കും സിമ്പിൾ ആണ്, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ടോ എന്നുള്ളത്. പക്ഷെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. ഭാഗവതം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ എപ്പിസോഡും, ഓരോ കഥയും, ഓരോ സ്റ്റോറിയും ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ലെസൺസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. 32ാമത്തെ ശ്ലോകം. യക്ഷ്യമാനോ സ്വമേധേന ജ്ഞാതി ദ്രോഹോ ജിഹാസയ രാജാ ലബ്ധാ ധനോ ദധ്യു നാന്യത്ര കരദണ്ഡയോ. ഹരേ കൃഷ്ണ പ്രഭുജി, വായിക്കട്ടെ പ്രഭുജി? യെസ്. ഓം നമോ ഭഗവതേ വാസുദേവായ. യക്ഷ്യമാണോ രാജാ ലബ്ധധനോദ്യധ്യൗ നാന്യത്ര കരദണ്ഡയോ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഏർപ്പെട്ട പാപത്തിൽ നിന്നും മുക്തി നേടുവാനായി ഒരു അശ്വമേധ യജ്ഞം നടത്തുന്നതിനെ കുറിച്ച് രാജാവ് യുധിഷ്ഠിരൻ ആലോചിക്കുകയായിരുന്നു. എന്നാൽ പിഴയായും നികുതിയായും ലഭിക്കുന്ന ധനത്തിനു പുറമെ അധിക ധനമേതും ഇല്ലാതിരുന്നതിനാൽ ധനം സ്വരൂപിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഉത്കണ്ഠാകുലനായി തീർന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് ഇവിടെ യക്ഷ്യമാണോ സ്വമേധേന ജ്ഞാതി ദ്രോഹോ ജിഹാസയ രാജലബ്ധ ധനോ ദധ്യോ നാന്യത്ര കരദണ്ഡയോ. ഇവിടെ പറയുന്നു യുധിഷ്ഠിര മഹാരാജാവ് അശ്വമേധ യജ്ഞം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അശ്വമേധ യജ്ഞം ചെയ്യുന്നത് നമുക്കറിയാം. ഇവിടെ പറയുന്നു, ശ്ലോകത്തിൽ പറയുന്നു, അദ്ദേഹം കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ് അതെല്ലാം ഞാൻ കാരണമാണ് എന്നുള്ളത് അദ്ദേഹം ധരിച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, അല്ലെ? അതെല്ലാം നമ്മൾ പഠിച്ചു ഇതിനു മുമ്പ്. അപ്പോൾ അശ്വമേധ യജ്ഞം അദ്ദേഹം നടത്തുന്നുണ്ട്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടു അതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടിയൊക്കെ എന്നുള്ളത് ഇവിടെ പറയുന്നു. പക്ഷെ അശ്വമേധ യജ്ഞം നടത്തുന്നത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പാപങ്ങൾ കളയാൻ വേണ്ടിയിട്ട് എന്നുള്ളത് എക്സ്റ്റേണൽ റീസൺ മാത്രമാണ്. ഇവിടെ നമ്മളത് ഓർക്കുക. എന്തായാലും അശ്വമേധ യജ്ഞങ്ങളും മറ്റുള്ള യജ്ഞങ്ങളും ഒക്കെ യുധിഷ്ഠിര മഹാരാജാവ് ചെയ്തു വന്നിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് ധനവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ യജ്ഞം നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ മറ്റുള്ള അദ്ദേഹം ചക്രവർത്തി ആയതുകൊണ്ട് ആ കീഴിലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഈ വേണ്ട ധനവും കാര്യങ്ങളൊക്കെ യുധിഷ്ഠിര മഹാരാജാവിന് അല്ലെങ്കിൽ ചക്രവർത്തി സാമ്രാട്ടിന് കൊടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഫണ്ടുകളൊക്കെ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിനൊക്കെ കാര്യം, ഒരു യജ്ഞം നടത്തണമെങ്കിൽ ഒരുപാട് പൈസ ആവശ്യമുണ്ട്, ഒരുപാട് ധനം ആവശ്യമുണ്ട്. ഇതെല്ലാം മറ്റുള്ളവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട് എനിക്ക് നിങ്ങളോട്. യുധിഷ്ഠിര മഹാരാജാവ്, അതേപോലെ പൃഥു മഹാരാജാവ് 4ാമത്തെ സ്കന്ധത്തിൽ, ഇവിടെ യുധിഷ്ഠിര മഹാരാജാവും ഇങ്ങനെയുള്ള യുധിഷ്ഠിര മഹാരാജാവ് സാധാരണ ഒരു രാജാവല്ല, അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ്. പൃഥു മഹാരാജാവ് ആരാണ്? പൃഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരമാണ്, ഭഗവാന്റെ ശക്തി ആവേശ അവതാരമാണ്. 4ാമത്തെ സ്കന്ധത്തിൽ വരുന്നു. ഇങ്ങനെയുള്ള പരിശുദ്ധ ഭക്തര് എന്തിനു വേണ്ടിയിട്ടാണ് കർമ്മകാണ്ഡത്തിൽ വരുന്ന കാര്യം? ഈ യജ്ഞങ്ങളൊക്കെ വേദങ്ങളിൽ പറയുന്ന കർമ്മകാണ്ഡ സെക്ഷനിൽ വരുന്നതാണ്. ഇങ്ങനെയുള്ള കർമ്മകാണ്ഡത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നു? ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? അവർ പരിശുദ്ധ ഭക്തരല്ലേ. കർമ്മകാണ്ഡത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളതാണ് പഠിക്കുന്നത്. നമ്മൾ ഭഗവത്ഗീതയിലും പഠിക്കുന്നത് കർമ്മകാണ്ഡത്തിൽ നിന്ന് പുറത്തു വന്ന് കർമ്മയോഗം കഴിഞ്ഞ് ജ്ഞാനയോഗം, പിന്നെ ഭക്തിയോഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ളവർ, യുധിഷ്ഠിര മഹാരാജും പൃഥു മഹാരാജാവും ഒക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്?
ഇതാണ് എന്റെ ചോദ്യം. ഉത്തരം പ്രതീക്ഷിക്കുന്നു. പറയാം. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. ചിലപ്പോ ഒരു കാര്യം ആൾക്കാരെ ജനങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റോൾ മോഡൽ ആകാൻ വേണ്ടിയിട്ടാവും. വേറൊന്ന് അവരുടെ ജനങ്ങളുടെ തന്നെ നന്മയ്ക്കാവും. ഇനി രാജാവ് കുറ്റക്കാരന് രാജാവ് ചെയ്ത കുറ്റത്തിന് ജനങ്ങള് അത് അനുഭവിക്കാതിരിക്കാനാവും. പിന്നെ വേറെ എന്നുള്ളത് അല്ല, യുധിഷ്ഠിര ഇവിടെ രാജാവ് ഈ ഒരു അവസരത്തിൽ മാത്രം ഇപ്പൊ അശ്വമേധയജ്ഞം നടത്തുന്നത് യുദ്ധം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, അതല്ലാത്ത അവസരത്തിലും യുധിഷ്ഠിര മഹാരാജാവ് ചെയ്യുന്നുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ് മാത്രമല്ല, പൃഥു മഹാരാജാവ് 99 അശ്വമേധ യജ്ഞങ്ങൾ നടത്തുന്നുണ്ട്. 4-ാമത്തെ സ്കന്ധത്തിൽ പഠിക്കുന്നു. ഓക്കെ, മാധുജി പറഞ്ഞ പോയിന്റ് എല്ലാം നല്ലതാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? യുധിഷ്ഠിര രാജാവ് പൊതുവെ ഒരു മിനിറ്റ് മാതാജി, ഗീതാബായി മാതാജി ഒന്ന് ഹോൾഡ് ചെയ്യണം. കാര്യം മാതാജി 2 പോയിന്റ് ഓൾറെഡി പറഞ്ഞു. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാം. തിരിച്ച് മാതാജിയിലേക്ക് വരാം പിന്നീട്. യെസ്, വേറെ ആരെങ്കിലും? യുഗധർമാണോ പ്രഭുജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഒരു മിനിറ്റ്, ഒരാൾ ആദ്യം പറയട്ടെ. യെസ് പ്രഭു, വെയിറ്റ് ചെയ്യൂ. മാതാജി എന്തോ പറഞ്ഞു, കേട്ടില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. യുഗധർമ്മം ഓരോരോ യുഗത്തിലുള്ള ധർമ്മം എന്നുള്ള നിലയ്ക്കാണോ പ്രഭുജി? അറിയില്ല. ഓക്കെ, വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാന്റെ തീരുമാനം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെ പറയാൻ എങ്ങനെയാണത് പറയാൻ പറ്റുന്നത്? പറയൂ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്? ഭഗവാന്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ടല്ലോ, ആ ധർമ്മത്തിൽ പെടുന്നതായിരിക്കും. ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് കർമ്മങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യെസ്. ഒരു മിനിറ്റ് പ്രഭു പറയൂ. പ്രഭു, അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഉപയോഗിക്കുന്നത്. ഭഗവാന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അശ്വമേധയാഗം നടത്തുന്നത്. താങ്ക് യു പ്രഭു. നേരത്തെ ഗീതാബായി മാതാജി പറഞ്ഞിരുന്നു മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുള്ളത്. ഓക്കെ, നല്ല പോയിന്റ് ആണ്. ശരി, വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പ്രഭു, ഇവരെല്ലാവർക്കും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും ഭക്തിക്ക് അവർക്ക് ഒരു ഇളക്കവും ഇല്ലാത്ത ആൾക്കാരായിരുന്നു ഇവരെല്ലാവരും. ഇവരുടെ പ്രവൃത്തികളിൽ കൂടി മറ്റുള്ളവർ പഠിക്കുവാനും കൂടി ഇത് പ്രയോജനപ്പെടും. അവരുടെ ആ സഹനശക്തിയും ഭക്തിയിലുള്ള ആ ഒരു അമിതമായ ആ ഒരു അല്ല, ചോദ്യം അതല്ല മാതാജി. ചോദ്യം ഭക്തിയെ കുറിച്ചല്ല. ഇവിടെ എന്തുകൊണ്ട് യജ്ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് ചോദ്യം. യുധിഷ്ഠിര മഹാരാജാവിനെ പോലുള്ള ശുദ്ധഭക്തൻ ഇങ്ങനെ കർമ്മകാണ്ഡത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന ചോദ്യം. പ്രഭു, ഒരു രാജധർമ്മം നടത്തണം എന്ന ഭഗവാന്റെ ഇച്ഛയോട് ചെയ്യുന്നതാണ്. ഓക്കെ, രാജധർമ്മം പിന്നെ യുഗധർമ്മം, അങ്ങനെ 1-2 കാര്യങ്ങൾ കേട്ടു ഇപ്പോൾ. ഓക്കെ, മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി പറയൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഈ മഹാഭാരത യുദ്ധം നടന്നതിന്റെ പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തനാവാനല്ലേ ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉപദേശിക്കുന്നതല്ലേ അശ്വമേധയജ്ഞം നടത്താനായിട്ട്? ഞാൻ പൃഥു മഹാരാജാവിന്റെ ഉദാഹരണവും ചോദ്യത്തിലുണ്ടായിരുന്നു. പൃഥു മഹാരാജാവ് അശ്വമേധ യജ്ഞം നടത്തിയിട്ടുള്ളത് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടുള്ളതല്ല. ഞാൻ ജനറൽ ആയിട്ട് ചോദിക്കുകയാണ്. യുധിഷ്ഠിര മഹാരാജാവും പൃഥു മഹാരാജാവ് അങ്ങനെയുള്ള എല്ലാവരും എന്തുകൊണ്ട് കർമ്മകാണ്ഡത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, യുധിഷ്ഠിര മഹാരാജാവിന്റെ കേസിൽ ശരിയാണ്. ഭഗവാൻ പറഞ്ഞു യജ്ഞങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ട് പാപങ്ങൾ. അത് പ്രഭുപാദ് ഓൾറെഡി ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് ആക്ച്വലി, പാപങ്ങൾ മാറാൻ വേണ്ടി എന്നുള്ളത്. അതല്ലാതെ അതിന്റെ ഗുഹ്യമായിട്ടുള്ള അർത്ഥം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഭഗവത് സേവനാണോ പ്രഭുജി? ഭഗവത് സേവനം എന്നുള്ള നിലയ്ക്കാണോ പ്രഭുജി? ഒരു മിനിറ്റ്, ഭഗവത് സേവനം എന്നുള്ളത് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഒന്ന് പറയാമോ? എല്ലാ രാജ്യത്തെല്ലാം ധനായാലും സ്വർണ്ണായാലും എല്ലാം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് പ്രഭു.
ഹരേ പ്രഭു. കൃഷ്ണ പ്രഭു. പ്രഭുജി. ഓരോരുത്തരായി എല്ലാവരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നതും കേൾക്കണം. സോ ക്ഷമയോടുകൂടി ഇരിക്കുക. പോയിന്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഒരാൾ പറഞ്ഞതിന് ശേഷം അടുത്ത ആൾ പറയുക. ഓക്കെ ഓക്കെ, ഒരാൾക്ക് പറയാം. ഓക്കെ, എല്ലാവരും ഇതുവരെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം മനോഹരമാണ്. താങ്ക് യു. എല്ലാവരും ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി വേറെ കേൾക്കട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. കലിയുഗത്തിലെ ഭക്തിക്കാണ് പ്രാധാന്യം. മറ്റുള്ള യുഗങ്ങളിലെ യജ്ഞം യാഗങ്ങള് ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യണത്. അത് കാരണം നടത്തിയത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നടത്തിയത്. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. എല്ലാ യജ്ഞത്തിന്റെയും യജ്ഞ പുരുഷൻ എന്ന് പറയുന്ന ഭഗവാനാണല്ലോ. അതുകൊണ്ട് ഭഗവാന് ആ യജ്ഞത്തിൽ നിന്നുള്ള ഭഗവാനിൽ തന്നെയാണ് പോകുന്നത്. അത് ഓക്കെ, യെസ്, ഓക്കെ, അത് ശരിയാണ്. എല്ലാ യജ്ഞവും യജ്ഞപുരുഷൻ ഭഗവാനാണ്, അതിന്റെ ബെനിഫിഷ്യറി ഭഗവാനാണ് എന്നുള്ളത്. ഓക്കെ, ഇതെല്ലാം നല്ല. വേറെന്തെങ്കിലും? നമ്മള് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അല്ല ചെയ്യേണ്ടത്, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആണ് ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്കും സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം. ഓക്കെ, നമ്മുടെ ചോദ്യം യജ്ഞം എന്തുകൊണ്ട് ചെയ്യുന്നു എന്നാണ് ചോദ്യം. കർമ്മകാണ്ഡത്തിലുള്ള യജ്ഞം ചെയ്യുന്ന ചോദ്യം. ഭക്തിയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല, ആ ചർച്ചയിൽ ഇപ്പോൾ വന്നിട്ടില്ല. മൃഗബലി ഉണ്ടാവും. അപ്പം അത് വേറൊരു മൃഗത്തിന് വേറൊരു നല്ല മൃഗം എന്താ കേട്ടില്ല? ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു മിനിറ്റ്, ഒരാള് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ആള് പറയൂ. യെസ്, മാതാജി പറയൂ. കേട്ടില്ല. മൃഗം ത്തിലൊക്കെ മൃഗബലി ഉണ്ടാവും. അപ്പം വേറൊരു ആ മൃഗത്തിന് വേറൊരു നല്ലൊരു ജന്മം കിട്ടാൻ വേണ്ടി. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ പ്രഭു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും ലോകത്തിന്റെ ക്ഷേമത്തിനും ഒക്കെ ആയിട്ടാണ് ചെയ്യാറുള്ളത്. ഓരോ യുഗങ്ങളിൽ ചെയ്യേണ്ട കർമ്മം അനുസരിച്ച് വർണ്ണാശ്രമ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് യുഗധർമ്മം പോലെയും ചെയ്യും. ഓക്കെ, ഹരേ കൃഷ്ണ. ശരി. ഓക്കെ, ഇനി ആർക്കെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുവരെ താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ആരാലും വെല്ലുവിളിക്കപ്പെടാത്ത രാജാവ് ചക്രവർത്തിയായിട്ട് വാഴാനായിട്ട് അശ്വമേധയാഗം നടത്തണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഓക്കെ, ഫൈൻ. പക്ഷെ അതൊക്കെ ബാഹ്യമായിട്ടുള്ള കാരണങ്ങളാണ്. ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇനി അത് ആരും ഓവർടേക്ക് ചെയ്യാൻ പോകുന്നില്ല. സോ അദ്ദേഹത്തിന് ഒരു ത്രെട്ട് ഇല്ല എന്താണെങ്കിലും. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. മനുഷ്യജന്മം എടുത്തതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഭഗവത്സേവനത്തിനായിട്ട് യജ്ഞങ്ങൾ ചെയ്യണമെന്ന്. അതെ, യജ്ഞങ്ങൾ ചെയ്യണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അത് ശരിയാണ്. പക്ഷെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് യജ്ഞം ചെയ്യണമെന്നുള്ളത്. പക്ഷെ അവിടെ പറഞ്ഞിട്ടുള്ള യജ്ഞം എന്താണെന്ന് പ്രഭുപാദ് പിന്നീട് പറയുന്നുണ്ട്, സങ്കീർത്തന യജ്ഞമാണ് എന്നുള്ളത്. ഇവിടെ ഓക്കെ, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, എനിവേ നമുക്ക് ചർച്ച ചെയ്യാം. ഒരുപാട് പോയിന്റുകൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇതെല്ലാം നമുക്ക് കുറെ പോയിന്റ്സ് എല്ലാം കൺസിഡർ ചെയ്യാവുന്നത് തന്നെയാണ്, സംശയമില്ല. അതായത് യജ്ഞം ചെയ്യുന്നത് ഭഗവത് പ്രീതിക്കായിട്ടാണ്, മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു യജ്ഞം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഗുണമുണ്ടാവുന്നു. അത് അദ്ദേഹത്തിന്റെ യജ്ഞം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമല്ല അതിന്റെ റിസൾട്ട് കിട്ടുന്നത്, പ്രകൃതി മുഴുവനും അല്ലെ. ഇപ്പോൾ പൃഥു മഹാരാജാവിന്റെ എക്സാമ്പിളിൽ നമുക്കറിയാം, പൃഥു മഹാരാജാവ് യജ്ഞം ചെയ്യുന്നത് ബ്രഹ്മാവിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ്. അത് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്യുമ്പോൾ ഭൂമി ദേവിക്ക് സന്തോഷം കിട്ടുന്നു. അങ്ങനെ കാര്യം വേണ ഭരിക്കുന്ന സമയത്ത് എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാണ് പൃഥു മഹാരാജാവ്, അല്ലെ. ഓക്കെ, അതൊരു ഭാഗമാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന, അപ്പൊ ഇതെല്ലാം ഈ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ മിക്കവാറും ഇതെല്ലാം കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഓർക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് ഉദാഹരണമാവുക എന്നുള്ളത്, അല്ലെ. മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആവുക. ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് യദ് യദ് ആചരതി ശ്രേഷ്ഠാസ്, അല്ലെ. അവിടെ ജനക മഹാരാജാവിന്റെ കാര്യവും പറയുന്നു ഭഗവത്ഗീതയിൽ.
ജനക മഹാരാജാവും പരിശുദ്ധ ഭക്തനാണ്, പക്ഷെ അദ്ദേഹവും ഒരുപാട് യജ്ഞങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ആ കാര്യം മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആവാൻ വേണ്ടി. ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ, ഞാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഗൃഹസ്ഥാശ്രമത്തിലുള്ള കാര്യങ്ങൾ ഞാനും ചെയ്യുന്നുണ്ട്, കാരണം മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആവാൻ വേണ്ടി എന്നുള്ളത്. ഓക്കെ, അതും ഒരു പോയിന്റ് തന്നെയാണ്. വേറൊരു കാര്യം കൂടെ നമുക്ക് ഓർക്കാവുന്നത്, പല ആളുകളും, അതായത് ഈ രജോ ഗുണത്തിലുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത്, അല്ലെ? നമുക്കറിയാം. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള യജ്ഞത്തിലൂടെ, ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കർമ്മകാണ്ഡത്തിൽ നിന്ന് പതുക്കെ ഭക്തിയിലേക്ക് ഉയരുവാനുള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷനുള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം രജോ ഗുണത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സത്വഗുണത്തിലേക്ക് അല്ലെങ്കിൽ ശുദ്ധഭക്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ ക്ഷേമത്തിനായിട്ടാണ്, എക്സാമ്പിൾ കാണിക്കുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ഉദാഹരണമായിട്ട് കാണിക്കുന്നു ഇതെല്ലാം. അപ്പൊ കർമ്മകാണ്ഡത്തിലുള്ള കാര്യങ്ങൾ ഗ്രാജുവലി, അത് നമുക്കറിയാം, വേദങ്ങളിൽ ഇതെല്ലാം പറയുന്നുണ്ട്, ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഇതെല്ലാം വ്യാസദേവൻ എഴുതിയിട്ടുള്ളത് നമ്മളെ ഗ്രാജുവലി എല്ലാവരെയും ഭക്തിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പോൾ ആ ഒരു ഗ്രാജുവൽ പ്രോഗ്രസ്സിനായിട്ട് സഹായിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ചും രജോ ഗുണത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് അവര് സത്വഗുണത്തിൽ വന്ന് ശുദ്ധ സത്വഗുണത്തിലേക്ക് അവരെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഇങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള രാജാക്കന്മാര് ചെയ്യുമ്പോൾ എല്ലാവർക്കും അതൊരു എക്സാമ്പിൾ ആവുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് ഓർക്കാവുന്നത്, ഇവരെന്തൊക്കെ യുധിഷ്ഠിര മഹാരാജാവിന്റെ കാര്യമാണെങ്കിലും പൃഥു മഹാരാജാവിന്റെ കാര്യമാണെങ്കിലും, അവർ ചെയ്യുന്ന യജ്ഞം കർമ്മകാണ്ഡത്തിലുള്ളതാണെങ്കിലും അവര് ഏത് ബോധത്തിലാണ് ചെയ്യുന്നത്? സാധാരണ ഇപ്പോൾ ഇന്ദ്രൻ ഈ അശ്വമേധ യജ്ഞം നടത്താറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് രാജാക്കന്മാർ നടത്തിയിട്ടുണ്ട്. അത് ഭഗവത് സേവനമായിട്ട് ചെയ്യുന്ന ആളുകൾ, ആ ഒരു അവബോധത്തോടു കൂടി ചെയ്യുന്ന ആളുകൾ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. യുധിഷ്ഠിര മഹാരാജാവാണെങ്കിലും പരീക്ഷിത് മഹാരാജാവും മുന്നോട്ട് ചെയ്യുന്നുണ്ട്. പൃഥു മഹാരാജാവ് ആണെങ്കിലും ഇവരെല്ലാവരും അവരുടെ അവബോധം വ്യത്യാസമുണ്ട്. അവരെന്ത് സേവനം, കർമ്മകാണ്ഡത്തിനുള്ള ഒരു സംഭവം മറ്റുള്ളവർക്ക് ഉദാഹരണമായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവര് അത് ശുദ്ധ ഭക്തിയിലാണ് ചെയ്യുന്നത്. അതായത് അവരുടെ അവബോധം മാറുന്നില്ല, അവര് കർമ്മകാണ്ഡികളല്ല, അവര് പരിശുദ്ധ ഭക്തർ തന്നെയാണ്. അവർ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സന്തോഷത്തിനായും അല്ലെങ്കിൽ ഭഗവാനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഷ്യസ്നെസ് വ്യത്യാസമുണ്ട് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന്റെയും പൃഥു മഹാരാജാവിന്റെയും. സാധാരണ ഒരു രാജാവ് ചെയ്യുന്ന ഒരു ബോധമല്ല ഇവിടെ, അവബോധത്തിലല്ല ഇവർ ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഭക്തി എന്ന് പറയുന്നത് വളരെ ഗുഹ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭക്തി അങ്ങനെ ചീപ്പായിട്ടുള്ള ഒരു സംഭവമല്ല. അതിന് യോഗ്യത ഉള്ളവർക്കാണ്, അർഹതയുള്ളവർക്കാണ് അത് ആക്ച്വലി കിട്ടുന്നത്. അല്ലെങ്കിൽ അത് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് ഭക്തിക്ക്. അപ്പോൾ ഈ ഭക്തിയുടെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പൊ പല അവസരങ്ങളിൽ നമുക്ക് കാണാം ഇങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരും കർമ്മകാണ്ഡത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. കാര്യം ഈ ഭക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതിനെ വേണ്ട സമയത്ത്, ചില സമയത്ത് അതിനെ മൂടേണ്ടി വരും. കോൺഫിഡൻഷ്യൽ ആണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഗുഹ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉടനീളം പറയുന്നുണ്ട്, അല്ലെ? ഗുഹ്യതമ എന്നുള്ളത്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ ഓർക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ആക്സസിബിൾ അല്ല ഭക്തി. അപ്പോൾ അതിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്ട് ചെയ്യാനും ആക്ച്വലി ഇങ്ങനെയുള്ള യജ്ഞങ്ങളും കർമ്മകാണ്ഡത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം ചീപ്പായി എടുക്കേണ്ട ഒരു സംഭവമല്ല ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എക്സാമ്പിളായി അല്ലെങ്കിൽ ഇവിടെ ഓർക്കാവുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും ഭംഗിയായി കോൺട്രിബ്യൂട്ട് ചെയ്തു ഈ ഒരു ചർച്ചയിൽ. താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത ശ്ലോകം.
33 ശ്ലോകം 33 ചർച്ച ചെയ്യാം. സോറി, 36 ശ്ലോകങ്ങളാണുള്ളത്. സമയം നോക്കിയതാണ് ഞാൻ. എനിവേ, പറ്റുന്ന പോലെ ചെയ്യാം. 33 തദ് അഭിപ്രേതം ആലക്ഷ്യ ഭ്രാതരോച്യുത ചോദിത ധനം പ്രഹീണം ആജാഹ്രുർ ഉദിച്ഛ്യാം ദിശി ഭൂരിശഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. തദ് അഭിപ്രേതമാലക്ഷ്യ ഭ്രാതരോച്യുത ചോദിതാഃ ധനം ഭീണം ആജസ്ഹൃ ഉദീച്ഛാം ദിശി ഭൂരിശഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. രാജാവിന്റെ മനോവിചാരം മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ ഭ്രാതാക്കൾ അപ്രമാദഗതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതുപോലെ വടക്കേ ദിക്കിൽ നിന്നും, അതായത് മരുത്ത രാജാവ് ഉപേക്ഷിച്ചു പോയ സ്ഥലം, യഥേഷ്ടം ധനം സംഭരിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ അശ്വമേധ യജ്ഞം നടത്താൻ ഒരുപാട് ധനം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് സഹായിക്കാൻ വേണ്ടി അതിനാവശ്യമായി ധനമെല്ലാം ശേഖരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനായി പാണ്ഡവരെല്ലാവരും, അതായത് യുധിഷ്ഠിര മഹാരാജാവിന്റെ സഹോദരങ്ങളെല്ലാവരും പല ദിശകളിലേക്ക് പോകുന്നുണ്ട്. മരുത്ത രാജാവിന്റെ അദ്ദേഹം ഒരു വലിയൊരു യജ്ഞം നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിനെക്കുറിച്ച് പ്രഭുപാദ് പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. ആ മരുത്ത രാജാവ് യജ്ഞം നടത്തിയപ്പോൾ ഒരുപാട് ധനം ശേഖരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ബ്രാഹ്മണർക്ക് ഒരുപാട് ദാനം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് ഈ ദാനം കൊടുത്തിട്ടുള്ള സ്വർണവും സംഭവങ്ങളൊക്കെ അവർക്ക് എല്ലാം കൊണ്ടുപോകാൻ സാധിച്ചില്ല. കാര്യം അത്രമാത്രം അധികമായിരുന്നു, സർപ്ലസ് ആയിരുന്നു. അപ്പൊ അതെല്ലാം അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോൾ അതിന് ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അതിന് ആരുമില്ല ക്ലെയിം ചെയ്യാനായി. ആ സ്വർണം കൊണ്ടുള്ള ഒരുപാട് പാത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും സ്വർണവും ഒക്കെ ഉണ്ടായിരുന്നു. സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്ലേറ്റുകളും മറ്റുള്ള പാത്രങ്ങളും ഒക്കെ. ഇതെല്ലാം അവിടെ ഈ ഒരു യജ്ഞം നടക്കുന്ന സമയത്ത് അതെല്ലാം ഉപേക്ഷിച്ച് ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തതാണ്. അവര് കൊണ്ടുപോകാൻ പറ്റുന്നത് കൊണ്ടുപോയി, ബാക്കിയെല്ലാം അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോൾ അത് ക്ലെയിം ചെയ്യാത്തൊരു പ്രോപ്പർട്ടി ആയി കിടക്കുകയാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു യുധിഷ്ഠിര മഹാരാജാവിനോടും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടും, കാര്യം ഇത് ആരും ക്ലെയിം ചെയ്യാത്തത് ആർക്കും, അതായത് ദാനം ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാജാവ് തിരിച്ചെടുക്കില്ല. ബ്രാഹ്മണരാണെങ്കിൽ അവർ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അത് ക്ലെയിം ഇനി ആർക്ക് വേണമെങ്കിൽ, അതായത് ഒരു ഓണർ ഇല്ല അതിന്. ഇനി ആർക്ക് വേണമെങ്കിലും അത് ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ധനം ആണ് മരുത്ത രാജാവിന്റെ യജ്ഞത്തിൽ നിന്ന് ഉള്ളത്. ഭഗവാൻ കൃഷ്ണൻ ഇവിടെ മാർഗനിർദ്ദേശം കൊടുക്കുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ധനം ശേഖരിക്കാൻ സാധിക്കും എന്നുള്ളത്. മരുത്ത രാജാവിന്റെ യജ്ഞത്തിൽ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ക്ലെയിം ചെയ്യാത്ത ധനം കൊണ്ടുവരാം. കാര്യം അത് അശ്വമേധ യജ്ഞത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവരാമെന്ന് ഭഗവാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. മരുത്ത രാജാവിനെ കുറിച്ച് പ്രഭുപാദ് കുറച്ച് പറയുന്നു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അടുത്ത ശ്ലോകം. തേന സംവൃത്ത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞേ സമയജദ്ധരിം. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞേ സമയജദ്ധരിം. വിവർത്തനം ശ്രീലപ്രഭാത് കി ജയ്. ആ സമ്പത്താൽ 3 അശ്വമേധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിനാവശ്യമായ വസ്തുക്കൾ ആർജിക്കാൻ രാജാവിന് കഴിയുമായിരുന്നു. അപ്രകാരം കുരുക്ഷേത്ര യുദ്ധാനന്തരം അത്യന്തം ഭയവിഹ്വലനായി കഴിഞ്ഞിരുന്ന ധർമ്മരാജാവായ യുധിഷ്ഠിരൻ പരമദിവ്യോത്തമ പുരുഷൻ ഹരിയെ സന്തുഷ്ടനാക്കി. ഹരേ കൃഷ്ണ പ്രഭുജി. ഇവിടെയും ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചർച്ചയിൽ ഒരു ഉത്തരം ഇവിടെ വരുന്നു. ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ഭഗവാൻ പറഞ്ഞു ഈ യജ്ഞം ചെയ്യണമെന്ന് യുധിഷ്ഠിര മഹാരാജാവിനോട്. പൃഥു മഹാരാജാവിന്റെ കേസിലും ഭഗവാന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെയാണ്
യജ്ഞം ചെയ്യുന്നതെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊരു കാരണം തന്നെയാണ്. യുധിഷ്ഠിര മഹാരാജാവിന് അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ ധനവും കിട്ടുന്നു. മരുത്ത രാജാവിന്റെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള അവിടെ ആ ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ആ ഒരു യജ്ഞത്തിൽ നിന്നുള്ള ധനമെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്നു. അങ്ങനെ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഈ ഒരു യുധിഷ്ഠിര മഹാരാജാവ് നടത്തിയിട്ടുള്ള യജ്ഞത്തിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സഹായിക്കുന്നു. ഓക്കെ, ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. ശീല പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യുധിഷ്ഠിര മഹാരാജാവിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത്. അദ്ദേഹം പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റുകൾ, അതായത് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റെന്ന് അദ്ദേഹം പറയുന്നത് ആക്ച്വലി തെറ്റല്ല, ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് യുദ്ധവും നടന്നിട്ടുള്ളത്. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവ് ഞാൻ പാപം ചെയ്തു എന്നുള്ള ഒരു ഭാവത്തിലാണ്, നമുക്കറിയാം, അങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാന്റെ പ്രീതിക്കായി കാര്യങ്ങൾ ചെയ്യുന്നു. ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ശീല പ്രഭുപാദ് പറയുന്നത്, നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണെങ്കിലും, നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നുണ്ട് അറിയാതെ, അറിഞ്ഞും അറിയാതെയും നമ്മൾ പറയില്ലേ, അറിയാതെയും ഒരുപാട് തെറ്റുകളും പ്രശ്നങ്ങളും പാപങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഓരോരുത്തരും യജ്ഞം ചെയ്യണം എന്നുള്ളത്. കാര്യം അറിഞ്ഞ തെറ്റുകൾ ഒരു വശത്ത്, അറിയാതെയും ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ തെറ്റുകളിൽ നിന്നൊക്കെ പാപങ്ങളിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി നമ്മൾ യജ്ഞം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്ത് യജ്ഞം എന്നുള്ളൊരു സംഭവം, ഒരു ചോദ്യമായിരിക്കാം നമ്മുടെ ഉള്ളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, യജ്ഞാർത്ഥാർ കർമ്മണോനി എത്ര ലോകോയം കർമ്മബന്ധന, അല്ലെ? ശാസ്ത്രങ്ങൾ പറയുന്നു. നമ്മൾ അപ്പോൾ വേറെ യജ്ഞമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സങ്കീർത്തന യജ്ഞം ചെയ്താൽ മതി. പക്ഷെ നമ്മൾ സങ്കീർത്തന യജ്ഞം ചെയ്യുന്നത്, നാമം ചൊല്ലുന്നതും അതേപോലെ കീർത്തനം ചൊല്ലുന്നതും ഒക്കെ ഇതുപോലെ പാപങ്ങളിൽ നിന്ന് മുക്തരാവാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ഭാവത്തിലല്ല ചെയ്യുന്നത്. ഈ ഒരു മെന്റാലിറ്റി, അതായത് കൃഷ്ണപ്രേമം അല്ലെങ്കിൽ ഭക്തിയിൽ മെച്യൂരിറ്റി വരുമ്പോൾ ചെയ്യുന്ന നമ്മുടെ ഭക്തിയുത സേവനങ്ങളുടെ അതിനെ നോക്കിക്കാണുന്ന ഭാവം മാറുന്നുണ്ട്. ചില ആളുകൾ നാമം ചൊല്ലുന്നതും ചില ആളുകൾ ഇങ്ങനെയുള്ള ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും അവര് പറയുന്നു, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് മുക്തരാവണം, അല്ലെങ്കിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതിൽ നിന്ന് മുക്തരാവണം, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടണം, അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നു. ഓക്കെ, സാരമില്ല, അറ്റ്ലീസ്റ്റ് അവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥയോടുകൂടി ഭക്തി സേവനങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ പരിശീലിക്കുന്ന ആളുകൾ ഒരു ഉള്ളിൽ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഒരു ഡ്യൂട്ടി ആയിട്ട് ചെയ്യാം, പാപമുക്തരാവാൻ വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം, ഒരു ഡ്യൂട്ടി ആയിട്ട് ചെയ്യാം, സ്നേഹത്തോടു കൂടി ചെയ്യാം. പല രീതിയിൽ നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന യജ്ഞം സങ്കീർത്തന യജ്ഞം അത് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഇത് ഉപകാരമാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രേമത്തോടു കൂടി ചെയ്യുന്നവർക്ക് അവരുടെ ഭാവം വ്യത്യാസമുണ്ട്. എന്നാൽ ഇത് പാപത്തിന് മുക്തിയായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് നിവാരണം എന്നുള്ളൊരു ഭാവത്തിലോ എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ ചെയ്യുവാൻ മുതിരുന്നുണ്ടല്ലോ, അതന്നെ വലിയൊരു കാര്യമാണ് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അപ്പൊ പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്, കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ട യജ്ഞം കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘ പരമൃജേ, നമ്മൾ ചെയ്യേണ്ടത് കീർത്തനമാണ് എന്നുള്ളത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്ന കാര്യം ഇവിടെ പറയുന്നു. അപ്പോൾ ഈ ഭാവത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. കൂടുതൽ എന്തായാലും എല്ലാവരും വായിക്കുക, ഹോംവർക്കായി എല്ലാവരും വായിക്കുക. യജ്ഞത്തെ കുറിച്ച് പറയുന്നു. ഫൈനലി സങ്കീർത്തന യജ്ഞത്തിലേക്കാണ് ശ്രീല പ്രഭുപാദ് നമ്മളെ കൊണ്ടുവരുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശവും അത് തന്നെയായിരുന്നു. ശ്ലോകം 35. ആഹുതോ ഭഗവാൻ രാജ്ഞ യാജയിത്വാ ദ്വിജൈർനൃപം ഉവാസാ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയ. വായിക്കട്ടെ. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 35.
ആഹുതോ ഭഗവാൻ രാജ യാചയിത്വാതിജൈ നൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃതാം പ്രിയകാമ്യയ. വിവർത്തനം ബൈ ശ്രീല പ്രഭാത്. മഹാരാജാവ് യുധിഷ്ഠിരനാൽ ക്ഷണിക്കപ്പെട്ട പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ ജ്ഞാനികളായ ബ്രാഹ്മണ ശ്രേഷ്ഠരാൽ തന്നെയാണോ അശ്വമേധയജ്ഞം നിർവഹിക്കപ്പെടുന്നതെന്ന് നിരീക്ഷിക്കുകയും അനന്തരം ബന്ധുജനങ്ങളുടെ സന്തോഷത്തിനായി അവിടെ കുറച്ചു മാസങ്ങൾ താമസിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അശ്വമേധ യജ്ഞത്തിൽ ഭഗവാൻ കൃഷ്ണനും ഉണ്ട്, അദ്ദേഹവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരും ആ യജ്ഞം ഭംഗിയായി ചെയ്യുന്നു. യുധിഷ്ഠിര മഹാരാജാവിനെ ആ യജ്ഞത്തിൽ സഹായിക്കുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കൂടെ ഭഗവാൻ കൃഷ്ണൻ അവിടെ പാണ്ഡവരുടെ കൂടെ നിൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം ദ്വാരകയിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. 36. തത്തോ രാജ്ഞാഭ്യനാനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭി യയൗ ദ്വാരാവതീം ബ്രഹ്മൻ സ അർജുനോ യദുബീർവൃതഃ. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിച്ചോട്ടെ? വായിക്കും. തതോ രാജ്ഞ അഭ്യനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുഭി യയൗ ദ്വാരാവതീം ബ്രഹ്മൻ സാർജുനോ യദുബീർവൃത. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ ശൗനക, അനന്തരം ഭഗവാൻ മഹാരാജാവ് യുധിഷ്ഠിരനോടും ദ്രൗപദിയോടും മറ്റു ബന്ധുജനങ്ങളോടും യാത്ര പറഞ്ഞ ശേഷം അർജുനന്റെയും മറ്റ് യദുവംശജരുടെയും അകമ്പടിയോടെ ദ്വാരകാപുരിയിലേക്ക് പ്രയാണം ആരംഭിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ കുറച്ചു കാലം കൂടെ ഭഗവാൻ അവരുടെ കൂടെ നിൽക്കുന്നു, പാണ്ഡവരുടെ കൂടെ. അതിനുശേഷം അദ്ദേഹം ദ്വാരകയിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ 12ാമത്തെ അധ്യായം പൂർത്തിയാക്കി. പഠനം കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും ഭഗവത് കൃപ കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും ഇതെല്ലാം വായിക്കുവാനും കുറച്ചൊക്കെ അതിലുള്ള തത്വങ്ങളും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളും, അതേ വിഷയങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് പാഠങ്ങളും നമുക്ക് കുറച്ചൊക്കെ പഠിക്കാനും കേൾക്കുവാനും ചർച്ച ചെയ്യാനും സാധിച്ചു. ഇതെല്ലാം ഭഗവത് കൃപയാണ്. ഭാഗവതം പഠനം ഒരിക്കലും തീരില്ല, അത് എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ചെയ്ത് മുന്നോട്ട് പോവാം. ഇനി ഭഗവത് കൃപയുണ്ടെങ്കിൽ അടുത്ത അധ്യായം 13ാമത്തെ അധ്യായം നമുക്ക് നാളെ ആരംഭിക്കാം. ജഗദ്ഗുരു ശിലാ പ്രഭുപാദ് കി ജയ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. സമവേത ഗൗര ഭക്തവൃന്ദ की जय. गौड़ीय गुरु वृंद की जय. शचिनंदन श्री गौर हरि की जय. श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. जय जय श्री राधे श्याम. निताय गौर प्रेमानंद. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. നേരത്തെ കുറച്ചു നേരം നമുക്ക് പ്രഭുവായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം കിട്ടി, ഒരുപാട് ലേറ്റായി. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. പ്രഭുജിയോട് അതൊരു പൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. പൂജനീയ ജയപതാക ഗുരു മഹാരാജിന് വേണ്ടി 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃപാ സിന്ധുപേവജ പതിദാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेक कोटि वैष्णव वृंद के हरिनाम संकीर्तन के हरे कृष्ण महामंत्र की श्रील प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्ण प्रभु जी, धन्यवाद, प्रणाम. हरे कृष्ण. राधे राधे. ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവരും ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ